സിറിയയിലെ അന്ത്യോക്കയിലെ ജനിച്ച വിശുദ്ധ ലൂക്ക ഒരു വൈദ്യനും കൂടിയായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറുടെ ആ സൂക്ഷ്മതയും ശ്രദ്ധയുമൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്ക് നല്ല കൃത്യത നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ലൂക്ക ഒരു ഡോക്ടറും എഴുത്തുകാരനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമുള്ള ചില പ്രത്യേക വിവരങ്ങൾ വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതൊന്നും മറ്റു സുവിശേഷങ്ങളിൽ അത്ര വിശദമായിട്ട് കാണുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് ലൂക്ക നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുറവിലങ്ങാട് പള്ളിയിൽ കൊണ്ടുവന്ന ഒരു ചിത്രമുണ്ട്. വിശുദ്ധ ലൂക്ക വരച്ചതാണെന്ന് കരുതുന്ന മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രത്തിന്റെ പകർപ്പാണത്. അത്ഭുതം എന്താന്ന് വെച്ചാൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിന്നും കേടുകൂടാതെ ഇരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ലൂക്ക വിശ്വസ്തനായ ഒരു കൂട്ടുകാരനും സഹയാത്രികനുമായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അപകടം നിറഞ്ഞ യാത്രകളിലൊക്കെ ലൂക്ക ഉണ്ടായിരുന്നു. പൗലോസ് തടവറയിൽ നിന്ന് എഴുതിയത് ഓർമ്മയില്ലേ? എന്റെ പ്രിയപ്പെട്ട വൈദ്യനായ ലൂക്ക മാത്രം എന്നോടൊപ്പമുണ്ടെന്ന്. അത് അവരുടെ സൗഹൃദത്തിന്റെ ആഴം കാണിക്കുന്നു. മറ്റുള്ളവർക്കൊരു താങ്ങാവാനും നല്ല സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാനും ലൂക്ക ഒരു മാതൃകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതിയതും ലൂക്കായാണെന്നാണ് കരുതുന്നത്. അവസാനമായി, ലൂക്കായുടെ സുവിശേഷം അത് കരുണയുടെയും സ്നേഹത്തിന്റെയും ഒരു സന്ദേശമാണ്. നല്ല സമരിയാക്കാരൻ, ധൂർത്തനായ പുത്രൻ തുടങ്ങിയ നമുക്കേറെ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഈ സുവിശേഷത്തിലാണുള്ളത്. പാവപ്പെട്ടവരോടും പുറംതള്ളപ്പെട്ടവരോടും സ്ത്രീകളോടുമൊക്കെ ഈശോ കാണിച്ച പ്രത്യേക സ്നേഹവും കരുണയും ലൂക്ക എടുത്തു കാണിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരോട് ദയ കാണിക്കാൻ ഈ സന്ദേശം ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്ക സുവിശേഷക, അങ്ങ് വൈദ്യന്റെ കൈകളിലെ സൂക്ഷ്മതയോടെ ഈശോയുടെ സ്നേഹം ലോകത്തിന് പകർന്നു നൽകിയല്ലോ. ഞങ്ങളുടെ ആത്മാവിന്റെ രോഗങ്ങളെ സുവിശേഷമെന്ന മരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ ഒരു ചെറിയ കടമ, ഒരു പ്രായമായ ആളോടോ രോഗിയോടോ അല്ലെങ്കിൽ തനിച്ചായിരിക്കുന്ന ഒരാളോടോ ദയയോടെ സംസാരിക്കുക, ഒരു ചെറിയ സഹായം ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം.